ശ്രീ സി ആർ നീലകണ്ഠൻ ഈ തിരുവായ്ക്ക് എതിർവായി ഇല്ല എന്ന സമീപനത്തിൽ നിന്ന് ചില ആളുകളെങ്കിലും പാർട്ടിയിൽ പറയുവാൻ തുടങ്ങി, പാർട്ടിക്കുള്ളിൽ പറയാൻ തുടങ്ങി എന്നതിന്റെ സൂചനയാണോ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് കിട്ടുന്നത്? സംസ്ഥാന കമ്മിറ്റിയിൽ വലിയ രീതിയിലുള്ള വിമർശനമൊന്നും ഉയർന്നതായിട്ട് വിശ്വസിക്കാൻ എന്തായാലും പറ്റുകയില്ല. നേർക്കുനേറുള്ള വിമർശനം ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല. ചില സ്വരങ്ങൾ ഉയർന്നിരിക്കാം. പക്ഷേ ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിജയൻ നേരിട്ട് പങ്കെടുക്കുന്ന യോഗങ്ങളല്ല, മുതിർന്ന നേതാക്കളാണ് അതിന് നേതൃത്വം നൽകുന്നത്. അവിടെ പക്ഷേ ഇത്തരത്തിലുള്ള എതിർ ശബ്ദങ്ങൾ ഉയർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, അദ്ദേഹത്തിന്റെ ശൈലിക്കെതിരെ, മൈക്കിനോട് പോലും കാട്ടിയ അസഹിഷ്ണുതയ്ക്കെതിരെ. അവസാനം ഒരു നിവൃത്തിയുമില്ലാതെ ഈ നേതാക്കൾ പറയാൻ ബാധ്യസ്ഥരായതാണോ? ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പാർട്ടി തന്നെ ഉണ്ടാവുകയില്ല, ജനങ്ങളോട് മറുപടി പറയേണ്ടത് നേരിട്ട് ഞങ്ങളാണ്. ഈ തോന്നലിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു വികാരത്തള്ളലിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് മാത്രമാണോ ഇത്? അല്ലാതെ ഒരു തിരുത്തൽ പ്രതീക്ഷിച്ചുകൊണ്ടോ ക്യാപ്റ്റൻ മാറുമെന്നുള്ള പ്രതീക്ഷയിലോ ചെയ്തതാണെന്ന് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു എതിർ സ്വരങ്ങളെ അംഗീകരിക്കുന്ന ഒരു ശൈലിയിലേക്ക് പിണറായി വിജയൻ എത്തിയെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അതിനു മുമ്പ് ഒരു അനുഭവം പറയാം. 2011 ആണ് ബംഗാളിൽ CPM അതിശക്തമായ പരാജയം ഏറ്റുവാങ്ങുന്നത്. മമതാ ബാനർജി അവിടെ ഭരണം പിടിക്കുകയാണ്. ആ ഭരണം പിടിച്ച ഘട്ടത്തിൽ ഒരിക്കലും അത് അത്രയും വലിയൊരു വിജയം മമതാ ബാനർജിക്ക് പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം CPM-നോട് വല്ലപ്പോഴും ഒരു പഞ്ചായത്തൊക്കെ കിട്ടിയാലായി എന്നല്ലാതെ അതിനപ്പുറത്ത് പോയിട്ടില്ല. ഇപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവരുടെ ഗതികേടാണ്. ഞാൻ പറഞ്ഞത്, അന്ന് അവിടുത്തെ ഒരു പ്രമുഖനായ ഇടതുപക്ഷ പത്രപ്രവർത്തകൻ അരുന്ധതി റോയ്, നമ്മുടെ ഇവരുടെ കൂടെ മഹേശ്വത ദേവിയുടെ കൂടെയുള്ള ഒരു പ്രവർത്തകൻ, അദ്ദേഹം ബംഗാളിയാണ്, ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ്. അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം ഞാൻ ആദ്യം തുടങ്ങാം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തോറ്റതിന് ഒരു കാരണമേ ഉള്ളൂ കോമ്രേഡ്, ഞങ്ങൾക്കൊരു VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നില്ല എന്ന്. ഞങ്ങൾക്കൊരു VS അച്യുതാനന്ദൻ 2011 കേരളത്തിലും തോറ്റെങ്കിലും കേരളത്തിലെ തോൽവി നമുക്കറിയാം വളരെ ബാലൻസ്ഡ് ആയൊരു തോൽവിയായിരുന്നു. 78, 72, 68 ഒരു ഏത് സംഭവിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു UDF എന്നിട്ട് വന്നിട്ട് പോലും. പക്ഷേ അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്കതിന് കഴിഞ്ഞത് നിങ്ങൾക്കൊരു VS ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എന്താ കാര്യം? ഇത് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതൽ ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എപ്പോഴെങ്കിലും അവരുടെ തെറ്റുകൾ തത്സമയം ഓൺലൈൻ തിരുത്താൻ കഴിഞ്ഞു, ഡൈനമിക്കായി തിരുത്താൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ഇപ്പം സ്റ്റാലിൻ ഒരുപാട് കാലം ഭരിച്ചു. പിന്നെ വന്ന ആളുകൾ പറഞ്ഞു സ്റ്റാലിൻ മഹാതെമ്മാടിയായിരുന്നു, തെറ്റായിരുന്നു. അവരെ ചോദ്യം ചെയ്യാൻ പോലും ആരും ഉണ്ടായില്ല. അത് പ്രസിദ്ധമായ കഥയാണ്. നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ നീ ആരാന്ന് ചോദിച്ചപ്പോൾ അയാളെ പിന്നെ കണ്ടിട്ടില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ദുരന്തമാണ്. ഇപ്പോൾ ഇത് പറഞ്ഞാൽ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ പറയും ഞങ്ങളെല്ലാ ബ്രാഞ്ച് സമ്മേളനം, ഞങ്ങൾ ജില്ലാ ഏരിയ സമ്മേളനം, ലോക്കൽ സമ്മേളനങ്ങളൊക്കെ നടത്തി എല്ലാ തെറ്റും ഓരോ 3 വർഷവും ചെയ്യും, കോൺഗ്രസ്സുകാരത് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യം വരും. ഈ സമ്മേളനങ്ങളൊക്കെ CPSU ചെയ്തിരുന്നു. ഈ സമ്മേളനങ്ങളുടെ റുമേനിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചെക്കോസ്ലോവാക്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒക്കെ അത് ചെയ്തിരുന്നു. 3 വർഷം കൂടുമ്പോഴേ ഈ പണിയൊക്കെ കോൺഗ്രസ്സൊക്കെ എന്നിട്ട് എവിടെ എത്തി? എന്താ കാര്യം? ഈ കമ്മിറ്റികളിലുള്ള വിമർശനം ഒരിക്കലും പാർട്ടിയെ തിരുത്തുന്ന ഒന്നായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മളത് കാണണം. VS ഈ പാർട്ടിയെ എപ്പോഴെങ്കിലും തിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കിന്റെ കൂടെ നിന്നാണ്. VS എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, VS ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പാർട്ടിയെ തിരുത്തുകയാണ്, പാർട്ടിയെ മുമ്പോട്ട് പോവുകയാണ്. അതാണ് VS-നുണ്ടായിരുന്ന സ്വീകാര്യത. 2016 തെരഞ്ഞെടുപ്പിൽ അവസാനം അദ്ദേഹം മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ പോലും VS-ന്റെ പടം വെച്ചാണ് പിണറായി അടക്കം വോട്ട് പിടിച്ചത്. VS-നെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞ M സ്വരാജ് അടക്കം വോട്ട് പിടിച്ചത് VS-ന്റെ പടം വെച്ചാണ്. എന്താ കാര്യം? അതൊരു സേഫ്റ്റി വാൽവാണ് എന്ന് വേണമെങ്കിൽ വിമർശകർക്ക് പറയാം. പക്ഷെ മറുവശത്ത് പാർട്ടി തെറ്റ് ചെയ്യുന്നു എന്ന് പബ്ലിക്കിലേക്ക് കൂടി പറയുകയും പബ്ലിക്കിന്റെ ഒരു തിരുത്തലുകൾ വരികയും ചെയ്യുക, അത് പാർട്ടിയുടെ ഒരു ധ്രുവത്തിൽ നിന്നാണ്. ഇപ്പോൾ മഞ്ജുഷി ചോദിച്ച ചോദ്യം, പിണറായി വിജയൻ മാറുമോ? ഞാൻ പിണറായി വിജയൻ എന്ന വ്യക്തിയല്ല കാണുന്നത്, ഇതൊരു സംവിധാനമാണ്. ഇനി ഇതിനൊരു എതിർ ധ്രുവം, 2 ധ്രുവങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു ആധുനിക ജനാധിപത്യത്തിൽ അതുള്ളതാണ്. എല്ലാ പാർട്ടിയിലുണ്ട്, ലോകത്തിലെ ഏത് പാർട്ടിയിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നുമല്ല, ഒളിവിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, ഒളിഞ്ഞിരുന്ന് നടത്തുന്ന പ്രവർത്തനമൊന്നുമല്ല. അന്നത്തെ ഒരു സംഘടനാ ശൈലി, ലെനിനിസ്റ്റ് സംഘടനാ ശൈലി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവാനും കഴിയില്ല. ഒരു ഒളിപ്രവർത്തനം നടത്തുന്ന ഇന്ന് ഏത് ജനാധിപത്യ പാർട്ടിയെയും ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യ പാർട്ടികൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് എത്രയൊക്കെ നശിച്ചു പോയിട്ടും കോൺഗ്രസിന് ഇപ്പോൾ എന്താ UP-യിൽ തിരിച്ചു വരാൻ പറ്റിയത്? കുറെയെങ്കിലും എന്തുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നിലനിൽക്കുന്നത്? അവർ ഇലക്ഷൻ ചിലപ്പോൾ തോറ്റിട്ടുണ്ടാവാം, പക്ഷേ കോൺഗ്രസ് നിലനിൽക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയ സ്ഥലത്ത് പിന്നെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ.
അതാണ് പ്രശ്നം. അത് ലോകത്ത് അങ്ങനെയാണ് എവിടെയായാലും. അതിന് കാരണം ഈ പറഞ്ഞ എതിർധ്രുവങ്ങൾ, പാർട്ടിക്കകത്ത് തന്നെയുള്ള സംവാദങ്ങൾ ശക്തിപ്പെടുക, അതിൽ ജനങ്ങൾ പാർട്ടിയെ തിരുത്തി. 2006 VS സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞു, ജനങ്ങൾ തെരുവിലിറങ്ങി VS സീറ്റ് കൊടുക്കേണ്ടി വന്നു. 2011 അതുപോലെ സീറ്റ് കൊടുക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ പോലും ജനങ്ങൾ നേരിട്ട് ഇടപെടുന്ന, സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ജനങ്ങൾ നേരിട്ട് ഇടപെടുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥ. അമേരിക്കയിലൊക്കെ അങ്ങനെയാണല്ലോ. പ്രൈമറിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവരല്ലേ അവിടെ ഗവർണർമാരായും പ്രസിഡന്റായും ഒക്കെ വരുന്നത്. എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു ജനാധിപത്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോകാൻ കഴിയുമോ എന്ന വലിയ ചോദ്യമാണ് ഇവിടെയുള്ളത്. പഴയ ലെനിനിസ്റ്റ് ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനാധിപത്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ നേരത്തെ മഞ്ജുഷ് ചോദിച്ച ചോദ്യം, ഏതെങ്കിലും കമ്മിറ്റിയിൽ ഇരുന്ന ഒരാൾ കൈയും കാലും പൊക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു കഥയില്ല. കാരണം ഇത് നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞു നമുക്കെങ്ങനെ അറിയും? ഞാനെങ്ങനെ വിശ്വസിക്കുന്നു? ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികൻ ചോദിച്ചാൽ ജില്ലാ കമ്മിറ്റി പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞേ, ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇതിനെ ഹഷപ്പ് ചെയ്യാൻ കഴിയും. മാത്രമല്ല പാർട്ടിയിൽ ഒരധികാര കേന്ദ്രം എന്ന് വന്നിടത്തെല്ലാം ഇത് പൊളിഞ്ഞു പാളീസായിട്ടുണ്ട്. നേരെ മറിച്ച് ഞാൻ പറയുന്ന ഇപ്പോഴും ഒരു വൈരുദ്ധ്യം. ഇനി ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് ഞാൻ കാണുന്നത്, സീതാറാം യെച്ചൂരി കേരളത്തിൽ വന്ന് ഈ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നല്ല ഞാൻ ശ്രദ്ധിച്ചു. ഇതിന് മുമ്പൊക്കെ പിണറായി വിജയൻ മാറുമോ, പിണറായി വിജയൻ തിരുത്തുമോ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന ഒരു മറുപടി, ദ സ്റ്റേറ്റ് വിൽ ഡിസൈഡ്, എനിക്കതിൽ സെൻറ്ററിന് പങ്കില്ല എന്ന്. ഇത്തവണ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല. PB മെമ്പറാണ് പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തെ തിരുത്താൻ PBക്ക് അവകാശമുണ്ട്, കേന്ദ്ര കമ്മിറ്റിക്ക് അവകാശമുണ്ട്. ഇത്തവണ അദ്ദേഹം പറഞ്ഞില്ല. അതിനൊരു കാരണമുണ്ട് മഞ്ജുഷ്. ഇത്തവണ പാർലമെന്റിൽ പോയ 4 CPM അംഗങ്ങളുണ്ട്. അതിൽ 3 പേരും പിണറായിയുടെ നിലപാടിന് എതിരായിട്ടുള്ള ആളുകളാണ്. എന്താ കാര്യം? കോൺഗ്രസുമായിട്ടുള്ള ബന്ധം. പിണറായി ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് കുഴപ്പം, കോൺഗ്രസ് BJP അല്ല, കോൺഗ്രസ് ആണ് കുഴപ്പമെന്നാ. അപ്പോൾ ഇപ്പോഴും പറയുന്ന സ്റ്റഡി ക്ലാസ് അതാ. പക്ഷേ തമിഴ്നാട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കോ രാജസ്ഥാനിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കോ യെച്ചൂരിയുടെ അഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കുക. യെച്ചൂരി പറഞ്ഞ അഭിപ്രായം. കാരണം എന്താ? കോൺഗ്രസുമായി യോജിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുക. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്ത് പോലും തെരഞ്ഞെടുപ്പിന് പോകാതിരുന്നത്. ഇദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ പോയി പറയാൻ പറ്റുമോ? രാജസ്ഥാനിൽ പോയി പറയാൻ പറ്റുമോ? അതിന് കാരണം അപ്പോൾ പ്രശ്നം അത് തന്നെയാണ്. കേന്ദ്ര കമ്മിറ്റിക്ക് ഏതെങ്കിലും തരത്തിൽ അധികാരത്തിൽ ഇതിനെ മറികടക്കാൻ അധികാരമുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതിൻ്റെ വിമർശനം വരുമോ? ഇതിനു മുമ്പൊന്നും അതില്ല. VS ചിലപ്പോൾ ഉയർത്തിയപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. VS കേന്ദ്ര കമ്മിറ്റിക്ക് 100ഓളം കത്തുകൾ അയച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടത്, എനിക്കറിയില്ല. പല കത്തുകളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കേന്ദ്ര കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമോ? ചർച്ചയ്ക്ക് വന്നാൽ കേന്ദ്ര കമ്മിറ്റി എന്ത് നിലപാടെടുക്കും, മറ്റവരെന്ത് നിലപാടെടുക്കും? അങ്ങനെ കേന്ദ്രീകൃതമായ ഒരു സംഘടനാ സംവിധാനത്തിൽ എന്തെങ്കിലും തിരുത്തൽ വരും എന്ന പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി പറഞ്ഞുകൊണ്ടൊന്നും ജനങ്ങൾ ആകെ